ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ഖാലൂ ബലാ, അന്നുള്ളതാകുന്ന സർവ്വ ആത്മാക്കളും വിളിച്ചു പറഞ്ഞു അത്രേ. അഥവാ ഇന്നുള്ളതാകുന്ന വ്യക്തികളും മരണപ്പെട്ടു പോയതാകുന്ന സർവ്വ ആളുകളും ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു അത്രേ ബലാ റബ്ബുനാ വഇലാഹുനാ, അതേ പടച്ച റബ്ബേ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, നീയാണ് ഞങ്ങൾക്ക് അന്നദാനങ്ങൾ നൽകുന്നവൻ. അല്ലാഹുവേ, നീ തന്നെയാണ് അൻത റബ്ബുനാ വഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. എല്ലാം അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു മാനവൻ, മനുഷ്യൻ. എവിടെ വെച്ച്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ആത്മാക്കളുടെ മാത്രമുള്ള ലോകത്ത് വെച്ച്. അഥവാ നമ്മൾ ഇന്ന് ഈ വസിക്കുന്ന ലോകത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. മുമ്പൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മയില്ലല്ലോ ഉസ്താദേ, ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ നമ്മളെ. അതുകൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണ്. അവിശ്വസിക്കുന്നവൻ കാഫിറായി പോകും നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ, അതിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയാൽ അവൻ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് കൊണ്ട് വീണ്ടും വാചാലനാവുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ യഅ്തലഫാ وما تناكر منها يختلفا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ, മനുഷ്യനൊരു ജീവിതം അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് സഹാബ. ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം, അലമുൽ അർവാഹ്. ഇന്ന് കാണുന്ന ശരീരമില്ലാതെ, ഇന്ന് കാണുന്നതായ ബോഡിയില്ലാതെ മനുഷ്യന്റെ ആത്മാക്കളെ മാത്രമായി റബ്ബവന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് അല്ലാഹു ജനങ്ങളോട് ചോദിച്ചു അത്രേ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? അന്ന് സർവ്വ നിരീശ്വരവാദികളും, ഇന്നുള്ള യുക്തിവാദികളും, ഇന്നുള്ള നിരീശ്വരവാദികളും, ഇന്നുള്ള വിശ്വാസികളും, ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു അത്രേ ബലാ, അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. ഹബീബായ നബി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ, ആത്മാക്കൾ വ്യത്യസ്ത കോലമാണ്, രൂപമാണ്, ഭാവമാ. ഫമാ തആറഫ മിൻഹാ യഅ്തലഫാ, ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുനിയാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ടും. وما تناكر منها يختلفا, ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല. ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ടോ അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു. അള്ളാഹു നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ഉടമ്പടികളൊക്കെ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു, ഒക്കെ മറന്നു കളഞ്ഞു. അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട്. ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ 5 പഠിപ്പിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 5 ജീവിതഘട്ടങ്ങൾ വെച്ച് ഏറ്റവും നിന്ദ്യവും നിസാരവുമായ ജീവിതം ഏതാണ്? ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ദുന്യവിയായ ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ലോകങ്ങളിലേക്ക് അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ ദുന്യവിലുള്ളത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അമാറു ഉമ്മതി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60ന്റെയും 70ന്റെയും ഇടയിലാണ്. കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്? ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക? അത് മരണത്തെ കുറിച്ചുള്ള സ്മരണയോടുകൂടിയോ മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി നന്മയിലേക്ക് തിരിയും. തീർച്ചയായും. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉദ്കുറു ഹാദിമിൽ ലദ്ദാ, സർവ്വ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് മുതഅല്ലിമീങ്ങളല്ലാത്തവർ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാസമയവും മരണത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്? നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും ഉമ്മ മരണപ്പെട്ടാലും കുടുംബാദികൾ മരണപ്പെട്ടാലും സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്തനീയമാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ഒരു ചിന്തയും കടന്നു വരുന്നില്ല. ആര് മരിച്ചാലും അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് എന്നാണ് എടുക്കുക, അദ്ദേഹത്തിന്റെ ജനാസ എന്നാണ് എടുക്കുക. ഇതാണ് നമ്മുടെ മനസ്സിലെ ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് മരണം വരുന്നില്ല. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾ പോലും ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു. സൂർ എന്ന മഹത്തായ കാഹളത്തെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലൂടെ 3 ഊത്താണ് മൊത്തത്തിൽ ഊതപ്പെടുക. അതിൽ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് നഫ്ഖത്തുൽ ഫസ്അ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. സൂർ എന്ന
എന്ന കാഹളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എന്തിനു വേണ്ടി? ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. ആ ഊത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള ഇൽമു നമുക്ക് കരഗതമാക്കാൻ പറ്റൂ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് വിട്ടുപിരിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും. ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു ആയത്ത് 3 പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓതിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സമയം വരെ ദീർഘായുസ്സുണ്ടാകും, ആഫിയത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും, മരണമുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് സദസ്സിന്റെ അവസാനം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ, നല്ലതുപോലെ ശ്രദ്ധിക്കും.